ഒരു വർഷം കൊണ്ട് 100 അമ്മമാർക്കാണ് മർക്കസ് നോളജ് സിറ്റിയിലെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള പോസ്റ്റ് നാറ്റൽ കെയറിൽ പരിചരണം നൽകിയിരിക്കുന്നത്. പ്രസവാനന്തരം ആവശ്യമായ ചികിത്സകളും പരിചരണങ്ങളും എല്ലാം ഒരേ കുടക്കീഴിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിചരണവും വിശാലമായ സൗകര്യത്തോടെ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. പോസ്റ്റ് നാറ്റൽ കെയറിന്റെ വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവെക്കാൻ വേണ്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീം നമ്മോടൊപ്പം ചേരുന്നു. പ്രസവാനന്തരം സ്ത്രീകൾക്ക് നല്ല പരിചരണം അത്യാവശ്യമാണ്. നമ്മുടെ പോസ്റ്റ് നാറ്റൽ കെയറിൽ എന്തൊക്കെ പരിചരണങ്ങളാണ് നൽകുന്നത്? ബേസിക്കലി നമ്മളൊരു യുനാനി സിസ്റ്റം വെച്ചിട്ടാണ് ഒരു വർഷം കൊണ്ട് നമ്മൾ 100ലേറെ പേഷ്യൻസിനെ പരിചരിച്ചത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇവാലുവേഷൻ മെത്തേഡ് ആദ്യം നമ്മൾ പേഷ്യൻ്റ് വരുമ്പോൾ പേഷ്യൻറ്റിന് എന്താണ് ബുദ്ധിമുട്ടെന്ന്. ചില അമ്മമാർക്ക് പാലുണ്ടാകാനുള്ള ബുദ്ധിമുട്ടാണ്, ചില അമ്മമാർ സിസേറിയൻ കഴിഞ്ഞ ഉടനെ വരുന്ന കാര്യം, അപ്പോൾ സ്റ്റിച്ച് ഉണങ്ങേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ മെഡിസിൻസ് കൊടുത്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അതിലൂടെ നമ്മുടെ തെറാപ്പീസ് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിന് ബ്യൂട്ടി കെയറുകൾ കൊടുത്തിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്ന പേഷ്യൻറ്റിൻ്റെ എന്താണോ ബുദ്ധിമുട്ട് അത് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഇത്ര ദിവസത്തേക്ക് ഇത്ര മെഡിസിൻ കഴിക്കുക അങ്ങനെയല്ല. നമ്മൾ ബേസിക്കലി വളരെയധികം ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. ഒരുപാട് ഈ ഓയിലിൽ കുക്ക് ചെയ്തതും ഒരുപാട് ഈ സിന്തറ്റിക് ആയിട്ടുള്ളൊരു സംഗതി നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കാറില്ല. എന്താണോ പേഷ്യൻറ്റിന് വേണ്ടത്, അതെന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. നമ്മുടെ പാക്കേജിൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? 4 കാറ്റഗറി പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 14 ദിവസം, 21, 28, 40 എന്നീ 4 ദിവസത്തിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകണം. ബേസിക്കലി ഇപ്പോൾ 14 ദിവസത്തെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ ബോഡി ഉഴിച്ചിൽ, വേദ് കുളി, അങ്ങനത്തെ വയറ് കിട്ടുന്നത്, ഹെയർ പാക്ക്, ഫേസ് പാക്ക് പോലത്തെ ബ്യൂട്ടി കെയറുകൾ, പെയിൻ അസോസിയേറ്റഡ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഈ കിഴി, അതേപോലെ തന്നെ വേണ്ടി വന്നാൽ മാത്രം സ്റ്റീം ബാത്ത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. അത് ഇത്ര എണ്ണം വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ 21ലേക്ക് മാറുമ്പോൾ ചില ട്രീറ്റ്മെൻറ്റ്സ് ബോഡി പാക്ക് പോലത്തെ ശരീരം മൊത്തം ഇടുന്ന ബോഡി പാക്ക് അങ്ങനത്തെ കുറേ കാര്യം ആഡ് ചെയ്യണം. 28ലേക്ക് മാറുമ്പോൾ ധാര പോലത്തെ ട്രീറ്റ്മെൻറ്റ്സുകൾ ആഡ് ചെയ്യണം. പേഷ്യൻറ്റിന് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ വന്നെടുക്കാം. ധാരാളം പോസ്റ്റ് നാറ്റൽ കെയറുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മളുടെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പക്ക ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഇവിടെ 24/7 ഡോക്ടർ അവൈലബിൾ ആണ്, പീഡിയാട്രീഷ്യൻ അവൈലബിൾ ആണ്, നമുക്ക് ഗൈനക്കോളജിസ്റ്റും വീക്കിലി വിസിറ്റിംഗ് ആയിട്ടുള്ള അവൈലബിൾ ആണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഫർദർ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് ആംബുലൻസിൻ്റെ ഫെസിലിറ്റി, എമർജൻസി ഫുൾ സജ്ജമായിട്ടുള്ള വാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്താണോ ബുദ്ധിമുട്ട് അത് ഇവിടെ തന്നെ മാനേജ് ചെയ്യാം. നമുക്ക് വേറെ സെൻറ്റേഴ്സിലേക്ക് ഫർദർ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മമാർക്കുള്ള പരിചരണം വളരെ കൃത്യമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും നല്ല പരിചരണം ആവശ്യമുണ്ട്. എങ്ങനെയൊക്കെയാണ് അവർ നമ്മൾ പരിചരിക്കുന്നത്? കുട്ടിയുടെ വെയിറ്റ് നോക്കും, ഡേയ്സിനനുസരിച്ചുള്ള വെയിറ്റിൻ്റെ ഇതില്ല. അത് കുറവാണെങ്കിൽ നോർമൽ ബാത്ത് സ്റ്റാർട്ട് ചെയ്യുക, സ്പോഞ്ച് ബാത്ത് മാത്രം ചെയ്യുള്ളൂ. ഈ പൊക്കിൾക്കൊടി ചാടേണ്ട ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ചാടി ആ പൊക്കിൾക്കൊടി ഉണങ്ങി നല്ല രീതിയിൽ നമ്മൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ കുട്ടിയുടെ പരിചരണത്തിലേക്ക് പോകും. കുട്ടിക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അതിൻ്റെ രീതിയിൽ ബോഡി മസാജും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ്, ആ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ചെയ്തിട്ട് പെട്ടെന്ന് തീരുന്ന ചെറിയ പരിപാടി. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വെള്ളത്തിലാണ് കുട്ടിയെ കുളിപ്പിക്കുക. പിന്നെ കുട്ടിയുടെ മഞ്ഞ ഉണ്ടോ നോക്കും. അതിന് നമുക്ക് അത്യാവശ്യം നല്ല നൂതന ഫെസിലിറ്റിയുള്ള ലാബുണ്ട്. ഈ വീക്കിലി അവർ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ മഞ്ഞ കൂടുതലാണെങ്കിൽ നമ്മൾ കുളി വേണ്ടെന്ന് പറയും. അതിനുശേഷം വേണ്ട രീതിയിൽ വെയിൽ കൊള്ളിക്കുന്ന രീതിയിൽ പറയും. ഇനി അതല്ല അതിൻ്റെതായിട്ടുള്ള എന്താണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഏകദേശം 100ൽ പരം ആളുകൾക്ക് ഇവിടെ നിന്നും കഴിഞ്ഞു പോയി. അതെ അതെ. എന്താണ് അവരുടെയൊക്കെ പ്രതികരണം? 2 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് മുടി കൊഴിച്ചിൽ ഉള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയെടുത്തു. ഈ ധാര പോലത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇപ്പോഴത്തെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് അവരുടെ മുടി കൊഴിച്ചിൽ. അപ്പോൾ അങ്ങനെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നപ്പോൾ ഊരവേദനകൾ, സർജറിക്ക് ചെയ്ത് വരും ശേഷം വരുന്ന ഊരവേദനകൾ, അതേപോലെ തന്നെ ഈ ട്വിൻ പ്രഗ്നൻസി ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടായിട്ട് വരുന്ന അതിൻ്റെ വെയിറ്റ് താങ്ങിയിട്ട് വരുന്ന ഊരവേദന, അങ്ങനത്തെയൊക്കെ നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഈ വയറ് കെട്ടുന്നത് പറഞ്ഞ ഈ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മുമ്പ് എങ്ങനെയാണോ ഡെലിവറിക്ക് മുന്നേ ഉണ്ടായിരുന്നത് അതേ ഒരു 90% അങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ വരുമ്പോൾ. അത് ഈ ബ്യൂട്ടി എന്നുള്ളത് ഒരു വലിയ കൺസേൺ ആണ്. അതെ, പലരും പ്രസവിക്കാൻ പോലും മടിക്കുന്നത് ഈ ബ്യൂട്ടിയുടെ പ്രശ്നം ആലോചിച്ചതുകൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ അതിന് കൂടി നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. പക്ക ഒരു ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് അല്ല, നമ്മൾ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ ബ്യൂട്ടി കെയറും കൂടി ചെയ്തിട്ടാണ് ഇവിടുത്തെ പോസ്റ്റ് നാറ്റൽ ട്രീറ്റ്മെൻറ്റ് ഫുള്ളാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഇത് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരാൾ ഗർഭിണിയാണെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ അവസരം ലഭിക്കാൻ വേണ്ടി? നമ്മൾ ബുക്കിംഗ് അഡ്വാൻസ് സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമുക്കൊരു ചെറിയ എമൗണ്ട് ബുക്കിംഗ് അഡ്വാൻസ് വരും. അത് അവർ അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇവിടുന്ന് പറയൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വിളിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റൂം സ്കെഡ്യൂൾ ചെയ്തിട്ട് ഇന്ന ദിവസത്തേക്ക് കൊടുക്കും. സാധാരണ ഇവിടുത്തെ ഒരു രീതി എന്താ വെച്ചാൽ ഒരു 5 to 7 days നമ്മളൊരു വെയിറ്റിംഗ് പീരീഡ് പറയലുണ്ട്. കാരണം നോർമലി ആ സ്റ്റിച്ച് ഇപ്പോൾ അടിയിലുള്ള സ്റ്റിച്ച് ആണെങ്കിലും ഇനി സിസേറിൻ്റെ സ്റ്റിച്ച് ആണെങ്കിലും അത് ഉണങ്ങിയിട്ട് മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്. അപ്പോൾ അവർക്ക് ആ ഉഴിച്ചിൽ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ളൊരു സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ടുള്ള ഒരു മേജർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബുക്കിംഗ് അഡ്വാൻസിങ് ആണ്. അത് അവർ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബുക്കിംഗ് കൊടുത്തിട്ട് ഒരേ സമയം എത്ര പേർക്ക് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? കറൻ്റ്ലി ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് 12 പേർക്ക് ടോട്ടൽ ചെയ്യാൻ. എന്ന് വെച്ചാൽ 12 പേർക്കുള്ള ഭക്ഷണം, കൂടെ നിൽക്കുന്ന ആൾക്കുള്ള ഭക്ഷണം,
അതേപോലെ തന്നെ 12 പേരുടെ ട്രീറ്റ്മെൻറ്റ്, 12 പേരുടെയും കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ഫുള്ളി ഫ്ലഡ്ജായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ലോണ്ടറി ഫെസിലിറ്റി അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആരോഗ്യകരമായ ഒരു മെഡിസിൻ രീതിയാണ് യുനാനി. ഇവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വല്ല മെഡിസിൻസും മറ്റുമുണ്ടോ? യുനാനി ബേസിക്കലി നോക്കുന്നത് പേഷ്യൻറ്റിന് എന്താണോ നോക്കിയിട്ട് അതിൻ്റെ രീതിയിൽ മാത്രമേ ചെയ്യൂ. പേഷ്യൻറ്റിന് എന്താണ് നീഡ്, ആ നീഡിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കും. സ്റ്റിച്ച് ഉണങ്ങാത്ത കേസുകൾ, ഈ പാലുണ്ടാവാത്ത കേസുകൾ, സിസേറിയൻ കഴിഞ്ഞിട്ട് വരുന്ന കേസ്, അപ്പോൾ അവർക്ക് പ്രത്യേകതയായിട്ടുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. രോഗിയെ നോക്കിയിട്ടാണ് മെഡിസിൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ലേഹ്യങ്ങളൊക്കെ വരുന്നത് ഈ റോസാപ്പൂ, അതേപോലെ തന്നെ ഈത്തപ്പഴം ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും അവർക്ക് ശരീരത്തിൽ കാണും. ഈ കെയറിന് ശേഷം തുടർന്ന് അവരെന്തെങ്കിലും പരിചരണങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ ഒരു ബ്യൂട്ടി കെയറിന് ശേഷം പിന്നെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് അവർ സ്ഥിരമായിട്ട് വന്ന് യൂസ് ചെയ്ത് പോകുന്നു. കാരണം അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് അങ്ങനെ തന്നെ മാഡം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ലൈക്ക് ഇന്നതുപോലെ തന്നെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടവർക്ക് അവർ അത് അങ്ങനെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ സ്ഥിരം ആൾക്കാർക്ക് ഇങ്ങനെ ഹെയർ കെയർ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഫേസ് കെയർ എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്ത ആൾക്കാരാണ്. നമ്മളിവിടെ വന്നിട്ട് അത് റൂട്ടീനായിട്ട് പിന്നെ ലൈഫിൽ തുടർന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ചിലർക്ക് ലേഡി ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി അത് എത്ര പേരെങ്ങനെയുണ്ട്? ലേഡി ഡോക്ടേഴ്സാണ് പരിചരിക്കുക. ലേഡി ഡോക്ടറാണ്. ഇപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആകുമ്പോൾ അസൈൻ ചെയ്യുക 7 സ്റ്റാഫ് ഉണ്ടാവും. ഒരു ഡോക്ടർ, 2 നഴ്സുമാർ, അതേപോലെ തന്നെ 2 തെറാപ്പിസ്റ്റ്, കുട്ടിനെ കുളിപ്പിക്കാനൊരാൾ, അമ്മേനെ കുളിപ്പിക്കാനൊരാൾ, അങ്ങനെ ടോട്ടലി 7 പേരാണ് നമ്മൾ അസൈൻ ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ ലേഡീസാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു മേജർ വേറെ കാര്യം പറയുന്നത് പ്രൈവസിയാണ്. ഇവരെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനൊന്നും അലോ ചെയ്യും. പ്രൈവസിയാണ് മർക്കസ് മുന്നോട്ട് വെക്കുന്നത്. ലേഡീസ് ഡോക്ടേഴ്സാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ യുനാനി ഡോക്ടേഴ്സ്. യുനാനി ഡോക്ടേഴ്സ്. പ്രസവാനന്തരം കുഞ്ഞിനും അമ്മയ്ക്കും ആവശ്യമായ എല്ലാ പരിചരണങ്ങളും ഒരേ കുടക്കീഴിൽ ഇവിടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം സുരക്ഷിതത്വവും സൗകര്യവും മാത്രമല്ല, വല്ല പ്രതിസന്ധികളും ഉണ്ടായാൽ, അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ പറ്റിയ ഇതേ ബിൽഡിങ്ങിൽ തന്നെ അലോപ്പതി സൗകര്യം കൂടിയുണ്ട്. കൂടാതെ ഓരോ ദിവസവും ഇടവേളകൾ അനുസരിച്ചുകൊണ്ട് ഡോക്ടർമാരുടെയും പരിചാരകരുടെയും സവിശേഷമായ സന്ദർശനവും പരിചരണവും കൂടി ഇവിടെ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്.